നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് കാലത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു മാച്ച് നമ്മൾ കാണുന്നത്. വണ്ടർഫുൾ ഒരു റോളർ കോസ്റ്റർ റൈഡിൽ കയറിയ പോലുള്ള ഇമോഷൻസ് ആണ് ഈ മാച്ച് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ലെഗിൽ കണ്ടതുപോലെ തന്നെ ആദ്യത്തെ 45 മിനിറ്റ്സിൽ ബാഴ്സലോണ 2-0 പിറകിൽ പോവുക. സെക്കൻഡ് ഹാഫിൽ 2 ഗോൾ അടിച്ച് തിരിച്ചു വരിക. പിന്നീട് അവസാന നിമിഷം ബാഴ്സലോണ ലീഡ് എടുക്കുന്നു. എന്നാൽ ഇഞ്ചുറി ടൈമിൽ ഇന്റർ കളിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് എക്സ്ട്രാ ടൈമിൽ വീണ്ടും സ്കോർ ചെയ്യുന്നു. അങ്ങനെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. 7-6 അഗ്രിഗേറ്റിൽ 4-3 ബാഴ്സലോണയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്റർ മിലാൻ UCLന്റെ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് രണ്ട് ടീമിന്റെ സൈഡിൽ നിന്നും നമ്മൾ കണ്ടത്. ഞാൻ ബാഴ്സലോണയെ പറ്റിയിട്ട് ഫസ്റ്റ് ലെഗിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ നെക്സ്റ്റ് ലെവലുള്ള ഒരു പെർഫോമൻസ് ആണ് നമ്മൾ ഇന്ന് കണ്ടത്. പൊസിഷൻ ഉണ്ടായിരുന്നു. യമാലിനെ മാർക്ക് ചെയ്യാൻ വേണ്ടി ഡിമാർക്കോയെ ഫസ്റ്റ് ഹാഫിൽ ഒരു പരിധി വരെ ചുമതലപ്പെടുത്തി. പക്ഷെ പുള്ളിക്കൊന്നും യമാലിനെ പിടിച്ചാൽ കിട്ടാത്ത സിറ്റുവേഷൻ ആണ്. ഒന്നുകിൽ ഫൗൾ ചെയ്യണം, ഇല്ലെങ്കിൽ പുള്ളി ഡ്രിബിൾ ചെയ്തിട്ട് മുമ്പിലേക്ക് പോകേണ്ട ഒരുപാട് ചാൻസുകൾ ഉണ്ടായിരുന്നു. ഇവിടെ ഫസ്റ്റ് ഹാഫിൽ ബാഴ്സ സ്കോർ ചെയ്യേണ്ട ക്ലിയർ ആയിട്ടുള്ള 3-4 ചാൻസുകൾ കളഞ്ഞു കുളിച്ചു എന്ന് പറയേണ്ടി വരും. ഫെറാൻ ടോറസിന് റഫീനെ കൊടുത്തിട്ടുള്ള പാസ് ആയാലും, ഓൾമോക്ക് കിട്ടിയിട്ടുള്ള പാസ് ആയാലും, യമാല് അടിച്ചിട്ടുള്ള ഷോട്ടുകളായാലും, ഇന്റർ മിലാൻ എങ്ങനെയൊക്കെയോ കളിയിൽ പിടിച്ചു നിന്നിട്ടുള്ള ഫസ്റ്റ് ഹാഫ് ആണ്. പക്ഷേ അവർക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി വളരെ കൃത്യമായിട്ട് സ്കോർ ചെയ്യാനും ഇന്റർ മിലാന് സാധിച്ചു. ഇവിടെ ലോട്ടാരോ മാർട്ടീനസിന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ക്യാപ്റ്റൻ മെറ്റീരിയൽ മാത്രമല്ല, പുള്ളിയുടെ ഒരു ഇമ്പാക്ട് വ്യക്തമായിട്ട് ഇന്ന് ഫസ്റ്റ് ഹാഫിൽ കണ്ടു എന്ന് പറയേണ്ടി വരും. ഒരു കൗണ്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പ്ലിറ്റ് സെക്കൻഡിലാണ് ഇന്ററിന്റെ കൗണ്ടർ വരുന്നത്. ഇപ്പൊ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ബോൾ വിൻ ചെയ്യുന്നു, ഒരു ത്രൂ ബോൾ വരുന്നു. ഇപ്പൊ ഡംഫ്രീസിന്റെ കൃത്യമായിട്ടുള്ള ഒരു സ്ക്വയർ പാസ്, അതുകൂടാതെ മാർട്ടിനസിന്റെ ഒരു ഫിനിഷ്, 21ാമത്തെ മിനിറ്റിൽ 1-0 ലീഡിലേക്ക് ഇന്റർ മിലാൻ എത്തുകയാണ്. അതോടുകൂടി അവർ ആ ടോൺ അങ്ങ് സെറ്റ് ചെയ്തു. നിങ്ങൾ അറ്റാക്കിന് വന്നോളൂ, നമുക്ക് പൊസിഷൻ വേണ്ട, നമുക്ക് ബോളും വേണ്ട, പക്ഷേ കിട്ടിയ ഓപ്പർച്യൂണിറ്റിയിൽ സ്ട്രൈക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാണെന്ന് ഒരിക്കൽ കൂടി ഇന്റർ മിലാൻ തെളിയിച്ചിട്ടുള്ള ഒരു മാച്ചാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ ഒന്നിനു പിറകെ ഒന്നായി ചാൻസുകൾ ബാഴ്സ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഫെറാൻ ടോറസ് ഒക്കെ ഒന്നുകൂടി ക്ലിനിക്കൽ ആയിരുന്നെങ്കിൽ ഒരു ഗോളൊക്കെ ഫസ്റ്റ് ഹാഫ് തന്നെ അടിക്കാനുള്ള ചാൻസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർ സ്കോർ ചെയ്തില്ല. പിന്നീടാണ് മറ്റൊരു ഓപ്പർച്യൂണിറ്റി, ശരിക്കും പറഞ്ഞാൽ അത് പെനാൽറ്റി ആണെന്ന് തോന്നാത്ത കുബാസിയുടെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്ലിയറൻസ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ സ്ലോ മോഷനിൽ കണ്ടപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. കുബാസിക്ക് ബോൾ ടച്ച് ഇല്ല എന്ന് മറ്റൊരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ മനസ്സിലായി. എന്നിരുന്നാലും വാർ ഇന്റർവീൻ ചെയ്തു, പെനാൽറ്റി കൊടുത്തു. മാർട്ടിനസിനെ ഫൗൾ ചെയ്തതിന് ചാലനോള് വന്നിട്ട് പെനാൽറ്റി എടുത്തു. 45ാമത്തെ മിനിറ്റിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പുള്ളിക്ക് സാധിച്ചു. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ കൃത്യമായിട്ടുള്ള 2-0 ലീഡ് ഇന്റർ മിലാൻ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇന്റർ കഴിഞ്ഞ മാച്ചിൽ കാണിച്ച മിസ്റ്റേക്ക് സെക്കൻഡ് ഹാഫിൽ കാണിക്കില്ല, അവര് ശക്തമായിട്ട് ഡിഫെൻഡ് ചെയ്യും, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കുക പ്രതീക്ഷിച്ചു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുള്ള ബാഴ്സയുടെ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യായ പ്രഷർ ആയിരുന്നു. അത് താങ്ങാനുള്ള കഴിവ് ശരിക്കും പറഞ്ഞാൽ ബാഴ്സലോണ മുമ്പോട്ട് വെച്ചിട്ടുള്ള ആ ഒരു അറ്റാക്കിനെ തടയാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് ഇന്റർ മിലാനെ തള്ളി വിട്ടു എന്ന് പറയേണ്ടി വരും. കാരണം ഒന്നിനു പിറകെ ഒന്നായിട്ട് ചാൻസുകൾ വന്നുകൊണ്ടിരുന്നു. റഫീനിയുടെ സൈഡിൽ നിന്ന് ചാൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു. യമാല് പുറത്തുനിന്ന് 1-2 ഷോട്ട് എടുക്കുന്നു. ഇവിടെ സോമറുടെ സേവ്സ് ഒക്കെ എടുത്തു പറയണം. ഒരു പരിധിവരെ പുള്ളി ടീമിനെ ഹെൽപ്പ് ചെയ്തു. പക്ഷേ അവിടെയാണ് കൃത്യമായിട്ടുള്ള ഒരു ഗോള് വരുന്നത്. ഇവിടെ ജെറാർഡ് മാർട്ടിന്റെ 2 അസിസ്റ്റ്, വളരെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള അസിസ്റ്റ് തന്നെയാണ്. പുള്ളി ലെഫ്റ്റ് വിങ്ങിലൂടെ ബോളുമായിട്ട് വന്നിട്ട് ഒരു ക്രോസ് പോസ്റ്റിലേക്ക് ഇടുകയാണ്. ഇവിടെ എറിക് ഗ്രാസിയ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം 54ാമത്തെ മിനിറ്റിൽ പുള്ളിയുടെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഷോട്ടോടെ 2-1 ബാഴ്സലോണ കളിയിലേക്ക് തിരിച്ചു വരുന്നു. 6 മിനിറ്റിനുള്ളിൽ തന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ബാഴ്സയെ തേടി എത്തുന്നു. ഫസ്റ്റ് ഹാഫിൽ മിസ് ചെയ്തിട്ടുള്ള ആ ഒരു ചാൻസ് കവറപ്പ് ചെയ്യാൻ ഓൾമോയുടെ ഈ ഹെഡറിന് കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. ഒരു ബുള്ളറ്റ് ഹെഡറാണ് ഇവിടെ ഗോളിലേക്ക് വഴിവെച്ചത്. സോമറിന് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ ജെറാർഡ് മാർട്ടിനെ ഒരിക്കൽ കൂടി എടുത്തു പറയണം. വളരെ കൃത്യമായിട്ടുള്ള അസിസ്റ്റാണ് പുള്ളിയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. അത് രണ്ടും കൺവേർട്ട് ചെയ്യാൻ ബാഴ്സലോണക്ക് കഴിയുകയും ചെയ്തു. പിന്നീട് ശരിക്കും പറഞ്ഞാൽ ബാഴ്സയുടെ കൈ തന്നെയായിരുന്നു കളി. 72% പൊസിഷൻ ബാഴ്സയുടെ കയ്യിലായിരുന്നു. ഒരുപാട് ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ
പല ചാൻസുകളും കൺവേർട്ട് ചെയ്യാൻ പറ്റാതെ പോയതാണ് ഇന്നത്തെ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. അവസാന നിമിഷം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ബാഴ്സയെ തേടി എത്തുകയാണ്. റഫീനിയോയുടെ ഡബിൾ ഷോട്ട് ലെഫ്റ്റ് വിങ്ങിലൂടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു അറ്റാക്കിംഗ് മൊമെന്റ് ആണ്. ആദ്യത്തെ ഷോട്ട് ശരിക്കും പറഞ്ഞാൽ സോമർ ബ്ലോക്ക് ചെയ്യുന്നു. ഡിഫ്ലക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പന്ത് പിന്നെയും ടാർഗറ്റിലേക്ക് എത്തിക്കാൻ റഫീനയ്ക്ക് കഴിഞ്ഞു. അങ്ങനെ 87ാമത്തെ മിനിറ്റിൽ ശരിക്കും പറഞ്ഞാൽ 3-2 ലീഡിലേക്ക് ബാഴ്സലോണ എത്തുകയാണ്. ഞാൻ വിചാരിച്ചു കളി കഴിഞ്ഞു, ബാഴ്സ ക്വാളിഫൈ ചെയ്തു. കാരണം ഇനി ആകെ 2 മിനിറ്റ് മാത്രമേ റെഗുലർ ടൈം ഉള്ളൂ. 5 മിനിറ്റിന്റെ എക്സ്ട്രാ ടൈമും റഫറി കൊടുക്കാൻ പോവുകയാണ്. കാര്യമായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചു. എന്നാൽ ഇന്റർ മിലാന് തിരിച്ചു വരാനുള്ള മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ കണ്ടത്. 1-2 ക്ലോസ് റേഞ്ചിലുള്ള ഷോട്ടൊക്കെ ഷെസ്നി വളരെ കൃത്യമായിട്ട് സേവ് ചെയ്തു. ഇഞ്ചുറി ടൈമിന്റെ അവസാന ഘട്ടത്തിൽ സെർബിയാണ് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് റൈറ്റ് വിങ്ങിലൂടെ കൊണ്ടുവന്നിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആ സെറ്റപ്പിൽ ആ ഒരു ഫൗൾ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് ഒരു ക്വിക്കായിട്ടുള്ള റിവ്യൂ കണ്ടതിൽ എനിക്ക് തോന്നുന്നു ഒരു ബിൽഡപ്പിൽ ഫൗള് കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു അത്. പക്ഷേ റഫറി ഒരു വാറ് ചെക്ക് ചെയ്തോന്ന് അറിയില്ല. എന്നിരുന്നാലും അസേബിയുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷാണ് നമ്മൾ ഇവിടെ കണ്ടത്. അങ്ങനെ 3-3 ഇഞ്ചുറി ടൈമിൽ ഇന്റർ മിലാൻ കളിയിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇഞ്ചുറി ടൈമിലേക്ക് കാര്യങ്ങൾ പോയി. എക്സ്ട്രാ ടൈം സ്റ്റാർട്ട് ചെയ്തു. എക്സ്ട്രാ ടൈമിൽ 1-2 ചാൻസ് ഒക്കെ ബാഴ്സക്ക് കിട്ടി. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇവിടെ ഫ്രെറ്റേസിയുടെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിനിഷാണ് നമ്മൾ കണ്ടത്. അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കോർണറിലേക്ക് പുള്ളി അടിച്ചിട്ടുള്ള പന്ത് ഷെസ്നിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഔട്ട് ഓഫ് നോവെയർ ഇന്റർ മിലാൻ സ്കോർ ചെയ്തുകൊണ്ട് കളിയിലേക്ക് തിരിച്ചു വരികയാണ്. പിന്നീട് ശരിക്കും പറഞ്ഞാൽ കളിയിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് ബാഴ്സലോണക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഇപ്പൊ ഫസ്റ്റ് ലെഗിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർ എന്തായാലും കളിയിലേക്ക് തിരിച്ചു വരും. അത് അവർ തെളിയിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസീവ് പെർഫോമൻസ് ഇന്റർ മിലാന്റെ സൈഡിൽ നിന്ന് കണ്ടു. ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ കളിയിൽ പിടിച്ചു നിന്നു. അങ്ങനെ 7-6 അഗ്രിഗേറ്റ് സ്കോറോടെ ഇന്റർ മിലാൻ UCL ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യുകയും ചെയ്തു. എന്തായാലും ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ബാഴ്സലോണയുടെ സൈഡ് നമ്മൾ കാണുന്നത്. ഇത്ര നന്നായിട്ട് കളിച്ചു, ഒരുപാട് ഗോളുകൾ സ്കോർ ചെയ്തു, നല്ല മൊമെന്റം ഉണ്ടായിരുന്നു. പക്ഷേ അത് വേണ്ട രീതിയിൽ മുതലാക്കാൻ ബാഴ്സലോണക്ക് കഴിയാതെ പോയി എന്ന് പറയേണ്ടി വരും. ഫ്ലിക്ക് ആയാലും ടീമംഗങ്ങളായാലും ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നിങ്ങൾ കൊണ്ടുവന്നു. വെൽ ഡിസേർവ് ആയിട്ടുള്ള ഒരു വിക്ടറി തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇന്റർ മിലാന് കിട്ടിയിട്ടുള്ളത്. അവർ കളിയിൽ പിടിച്ചു നിന്നു. 2 ലെഗിലും ബാഴ്സ പോലുള്ള ടീമിനെതിരെ റിസൾട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.